ജസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ശബരിമലയിൽ നാളെ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, സ്വാമി ശരണം ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. നാളെ വളരെ പ്രധാനപ്പെട്ട യോഗം നടക്കാൻ പോവുകയാണ്. ഹൈക്കോടതി അനുമതി നൽകിയതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് ഇപ്പോൾ ഇല്ലാതെയായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് ചട്ടങ്ങളുണ്ട്. അവലോകന യോഗം മന്ത്രിക്ക് നേരിട്ട് വിളിക്കുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതി അതിന് ഇളവ് നൽകിയതോടുകൂടിയാണോ മന്ത്രി നാളെ തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നത്? ശബരിമലയിലെത്തി ഈ നിയന്ത്രണ ക്രമീകരണങ്ങളൊക്കെ അവലോകനം ചെയ്യാനാണ് നീക്കമെന്നറിയുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്നുണ്ടാകുമല്ലോ അല്ലേ അർജുൻ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനോട് തൊട്ടു മുൻപായി തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു യോഗം ചേരുന്നതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് തന്നെ ദേവസ്വം മന്ത്രി VN വാസവനെ അത്തരത്തിലുള്ളൊരു യോഗം വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയോ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് തിരക്കിനും അതുപോലെ തന്നെ മറ്റ് അനുബന്ധമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇളവ് നൽകണമെന്നുള്ള കാര്യം പ്രത്യേകമായി നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് മന്ത്രിക്ക് അങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനും ഇത്തരം കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയും തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് നാളെ ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശബരിമലയിലെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഏകോപനം സാധ്യമാക്കുന്ന ADM, പോലീസ്, അതുപോലെ തന്നെ മറ്റ് റവന്യൂ വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിന് പുറമെ ഈ യോഗം ശബരിമലയിൽ അല്ലെങ്കിൽ പമ്പയിലോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ പമ്പയിലായിരിക്കും ഈ യോഗം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാരണം ഒരുപാട് ഉദ്യോഗസ്ഥർ പറയുന്ന ശബരിമലയിലേക്ക് എത്താൻ വേണ്ടി കഴിയാത്ത ഒരുപാട് ഉദ്യോഗസ്ഥർ നിലവിലുള്ളത് പമ്പയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പമ്പയിൽ ഈ യോഗം ചേരുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. ഡോക്ടർ അർജുൻ, ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. അർജുൻ ശബരിമലയ്ക്ക് വേണ്ടി മാലയൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു, അയ്യപ്പനായിരുന്നു. ശബരിമല ദർശനമൊക്കെ നടത്തിയത്? ഡോക്ടർ ഇരുമുടിക്കെട്ട് നിറച്ചുകൊണ്ട് ശബരിമലയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ്. ഇനിയിപ്പോൾ ഇരുമുടിക്കെട്ട് നിറച്ച് ഒന്നുകൂടി അയ്യപ്പനെ തൊടാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ആ രീതിയിലാണ് പ്രാർത്ഥന. അതായത് 18-ാം പടി കയറിയില്ല. 18-ാം പടി കയറാൻ ഇനി ഇരുമുടി കെട്ടി 18-ാം പടിക്ക് കയറണം അല്ലേ? ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. അതെ 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 ഓക്കെ, തിരക്ക് കൂടുന്നതിന് മുമ്പ് ഇരുമുടിക്കെട്ട് നിറച്ചാൽ മാത്രമാണല്ലോ 18-ാം പടി കയറാൻ കഴിയുക. അതെ അതെ. അപ്പോൾ താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അവലോകന യോഗം കൂടാൻ പോകുന്നു നാളെ ശബരിമലയിൽ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരത്തെ അതിന് അനുമതി കൊടുത്തിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് അത് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായിരിക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ മാത്രം ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. വിളിക്കാം മന്ത്രിക്ക്, പക്ഷേ മന്ത്രി അതിനുശേഷം മാധ്യമങ്ങളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പരിപാടികൾ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്താൽ മതി. അത് അവലോകന യോഗം നടക്കട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ മന്ത്രി VN വാസവൻ, ദേവസ്വം വകുപ്പ് മന്ത്രി, സന്നിധാനത്ത് എത്തുന്നത്.